ഹലോ ഡിയേഴ്സ്, ഇംഗ്ലീഷ് ഗ്രാമർ കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആരതി. അപ്പോൾ നമ്മൾ ടെൻസസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ മസ്റ്റായിട്ട് അത് കണ്ടിട്ട് വേണം ഇന്നത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമുല എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഐയോ, യുഒ, ദേയോ, വിയോ സബ്ജക്റ്റായി വരുമ്പോഴാണ് നമ്മൾ വെർബിൻ്റെ കൂടെ ഡു ഫോം യൂസ് ചെയ്യുന്നത്. വെർബിൻ്റെ കൂടെ ഡു ഫോം യൂസ് ചെയ്യുന്നത്. ഇനി ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ സബ്ജക്റ്റായിട്ട് വരുമ്പോഴാണ് നമ്മൾ വെർബിൻ്റെ കൂടെ ഡസ് ഫോം യൂസ് ചെയ്യുന്നത്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമുല എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഐയോ, യുഒ, ദേയോ, വിയോ സബ്ജക്റ്റായിട്ട് വന്നാൽ വെർബിൻ്റെ കൂടെ ഡു ഫോമും, ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ സബ്ജക്റ്റായിട്ട് വന്നാൽ വെർബിൻ്റെ കൂടെ ഡസ് ഫോമും യൂസ് ചെയ്യും. ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ പതിവായി ചെയ്യുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനോ യൂണിവേഴ്സൽ ട്രൂത്ത് അഥവാ പ്രപഞ്ച സത്യങ്ങളെ സൂചിപ്പിക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കിയേ. ഹീ ഗോസ് ടു സ്കൂൾ. അവൻ എവിടേക്ക് പോകുന്നു? സ്കൂളിലേക്ക് പോകുന്നു. ഇവിടെ ഹീ എന്നത് ഹീ സബ്ജക്റ്റായിട്ട് വന്നതുകൊണ്ടാണ് വെർബായ ഗോയിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഡസ് ഫോം യൂസ് ചെയ്തത്. ഗോ പ്ലസ് ഡസ് ആണ് എന്തായിട്ട് മാറിയത്? ഇവിടെ ഗോസ് ആയിട്ട് മാറിയതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഹീ ആയതുകൊണ്ടാണ് വെർബിൻ്റെ കൂടെ എന്ത് വന്നത്? ഗോസ് വന്നത്. എന്നാൽ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ. ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ടാണ് വെർബിൻ്റെ കൂടെ ഡു ഫോം യൂസ് ചെയ്തത്. ഒന്ന് നോക്കിയേ. ഗോ പ്ലസ് ഡു എന്ന ഓക്സിലറി വെർബ് ഗോ എന്ന മെയിൻ വെർബുമായിട്ട് ചേർന്നിട്ടാണ് എന്തായി മാറിയത്? ഗോ ആയിട്ട് മാറിയത്. അപ്പം ഐ ഗോ ടു സ്കൂൾ. ഐ എന്നത് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഗോ എന്ന വെർബ് ഫോം വന്നത്. ഹീ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഗോസ് വന്നത്. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് വെർബിൻ്റെ കൂടെ ഡു ആണോ ഡസ് ആണോ വരുന്നതെന്നത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഹീ, ഷീ, ഇറ്റ്, നെയിംസ് സബ്ജക്റ്റായി വന്നാൽ വെർബിൻ്റെ കൂടെ ഡസ് ഫോമും, ഐ, യു, ദേവി സബ്ജക്റ്റായിട്ട് വന്നാൽ വെർബിൻ്റെ കൂടെ ഡു ഫോമും ഉപയോഗിക്കും. മറക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പഠിച്ചാലോ? നോക്കിയേ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് എന്നാൽ എന്താണ്? പ്രസൻറ്റ് ഇപ്പോൾ. പ്രസൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ തുടർന്നു കൊണ്ടിരിക്കുന്ന. കണ്ടിന്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തുടർന്നു കൊണ്ടിരിക്കുന്ന. അതായത് പറയുന്ന സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ എന്നാണ്. കണ്ടിന്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം തുടർന്നു കൊണ്ടിരിക്കുന്ന എന്നാണ്. അതായത് പറയുന്ന സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതായത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അതുപോലെ നമ്മൾ പഠിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുപോലെ പറയുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് ആ ടെൻസ് ഫോം കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ? അപ്പോൾ പറയുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ,
നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫോർമുല പഠിച്ചില്ലേ, അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനും നമുക്കൊരു ഫോർമുല പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കിയേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമുല എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് ഓർ ആം ഓർ ആർ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ആണ് എന്തായിട്ട് വരിക, ഇവിടെ ഓക്സിലറി ആയിട്ട് വരിക. പിന്നെ വെർബിൻ്റെ കൂടെ ing ഫോം, ing കൂടെ ചേർത്താണ് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ടെൻസിൽ വരിക. അതിവിടെ മാത്രമല്ല, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പാസ്റ്റിലായാലും ശരി ഫ്യൂച്ചറിലായാലും ശരി കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ എന്ത് വരുമെന്ന് ഓർക്കുക, ing വരുമെന്ന് ഓർക്കുക. വെർബിൻ്റെ കൂടെ എന്ത് വരും, ing വരുമെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഈസ്, ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഈസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക? ഹി, ഷീ, ഇറ്റ്, നെയിംസ്. ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും പേരായ ശബ്ദമോ സബ്ജക്റ്റായി വരുമ്പോഴാണ് ഈസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. അപ്പോൾ ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ സബ്ജക്റ്റായി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. ഇനി ആം എന്ന ഓക്സിലറി വെർബ് ആരോടൊപ്പം മാത്രമാണ് ഉപയോഗിക്കുക? ഐൻ്റെ കൂടെ. ഐ സബ്ജക്റ്റായിട്ട് വന്നാൽ മാത്രമേ ആം എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ സബ്ജക്റ്റായിട്ട് വന്നാൽ ഈസ് എന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കും. ഐ എന്ന സബ്ജക്റ്റ് വന്നാൽ ആം എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. ഇനി യുവോ, ദേയോ, വിയോ സബ്ജക്റ്റായിട്ട് വന്നാൽ ആർ എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. ക്ലിയർ ആയോ? ഇവിടെ ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത്. നെയിംസ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ പേര്. ഇതൊക്കെ സിംഗുലർ അല്ലേ, അല്ലെങ്കിൽ ഏകവചനമല്ലേ, ഒരു ഒറ്റ വ്യക്തി അല്ലെങ്കിൽ ഒറ്റ ആളല്ലേ ഉള്ളൂ. അതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുമെന്ന് ഓർക്കുക, ഈസ് യൂസ് ചെയ്യും. സിംഗുലർ ഈസ്, എസ് ഉണ്ടല്ലോ അവിടെ. അപ്പം സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ പോലെയുള്ള സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യും? ഈസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യും. പിന്നെ ഐ എന്ന സബ്ജക്റ്റ് വന്നാൽ ആം എന്ന ഓക്സിലറി യൂസ് ചെയ്യും. ഐൻ്റെ കൂടെ എപ്പോഴും ആരേ വരുള്ളൂ? ആമേ വരുള്ളൂ. ഐൻ്റെ കൂടെ എപ്പോഴും ആരേ വരുള്ളൂ? ആമേ വരുള്ളൂ. ഇനി യുവും ദേയും വിയും ഒക്കെ പ്ലൂറൽ അല്ലേ, ബഹുവചനമല്ലേ? യു, ദേ, വി, യു നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ. ഇതൊക്കെ എന്താണ്? ബഹുവചനം അല്ലെങ്കിൽ പ്ലൂറൽ ആണല്ലേ. അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ ആർ എന്ന ഓക്സിലറിയേ വരുള്ളൂ. ഓക്കെ, പ്ലൂറൽ സബ്ജക്ട്സ് ആയ യു, ദേ, വിയുടെ കൂടെ ആർ എന്ന ഓക്സിലറി വെർബ് വരുള്ളൂ. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനും ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ പോലെയുള്ള സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് എന്ന ഓക്സിലറി വെർബും ഐൻ്റെ കൂടെ ആം എന്ന ഓക്സിലറി വെർബും ആർ, യു, ദേ പോലെയുള്ള പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ആർ എന്ന ഓക്സിലറി വെർബ് എന്ത് ചെയ്യും? ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇതുവരെ ക്ലിയർ ആയോ? സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഈസ്, ആം, ആർ ഈ ഓക്സിലറി വെർബ് ഏതൊക്കെ സബ്ജക്ട്സ് വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പാർട്ടും ക്ലിയർ ആയോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ചോദിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാലോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. നോക്കിയേ, നമുക്ക് എക്സാമിനൊക്കെ ഇങ്ങനെയാണ് ചോദിക്കുക. ഐ ഡാഷ് ബ്രാക്കറ്റിൽ റൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ആൻ essay. ഇനി നമുക്ക് കുറച്ച് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും.
ഓക്കെ, ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം പിക്ക് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പം ഐ ഡാഷ് റൈറ്റ് ആൻ എസ്സേ. ഞാൻ ഒരു എസ്സേ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഞാൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഞാൻ എസ്സേ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എനിക്കിത് വരേണ്ടത്. അപ്പം ഐ ഡാഷ് റൈറ്റ് ആൻ എസ്സേ എന്നറിയാം. അപ്പം നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ്, ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞ് അടുത്ത് എന്തായാലും എന്തേ വരാൻ പാടുള്ളൂ? ഒരു ഓക്സിലറി വെർബേ വരാൻ പാടുള്ളൂ. അത് ഏതൊക്കെ ഓക്സിലറി വെർബേ വരാൻ പാടുള്ളൂ? ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആറ്. ഈ മൂന്നിൽ ഏതെങ്കിലും ഏതോ ഒരു ഓക്സിലറി വെർബാണ് ഇവിടെ വരാനുള്ളത്. പിന്നെ ഒരു മെയിൻ വെർബ് ഉണ്ട്. ആ മെയിൻ വെർബിൻ്റെ കൂടെ ING ചേർത്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതേണ്ടതെന്ന് നമുക്കറിയാം. അപ്പം ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഐ സബ്ജക്റ്റായിട്ട് വന്നാൽ എപ്പോഴും കൂടെ വാലായിട്ട് ആര് കാണും? ആം കാണും. ഐ വന്നാൽ ആമുണ്ട് എന്ന് ഓർത്ത് വയ്ക്കണം. ഐ എന്ന സബ്ജക്റ്റ് വന്നാൽ ആം എന്ന ഓക്സിലറി വെർബ് എപ്പോഴും എന്ത് ചെയ്യും? കൂടെ കാണും. ഐൻ്റെ വാലാണ് ആര്? ആം. ഐ എവിടെ പോയാലും ആമും കൂടെ കാണും. അപ്പം ഐ ആം. അപ്പം ഓക്സിലറി വെർബ് ഇവിടെ ഏതാണ് വരേണ്ടത്? ആമാണ് വരേണ്ടത് അല്ലേ? ഐ ആം. ഇനി റൈറ്റ് ആ ഇവിടുത്തെ മെയിൻ വെർബ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ മെയിൻ വെർബിൻ്റെ കൂടെ എന്തും കൂടെ ചേർക്കണം? INGയും കൂടെ ചേർക്കണം. അപ്പം റൈറ്റിൻ്റെ കൂടെ ING ചേർത്താൽ എന്തായിട്ട് മാറും? ഇടാത് റൈറ്റിംഗ് എന്നായിട്ട് മാറും. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? ഐ ആം റൈറ്റിംഗ് ആൻ എസ്സേ. ഐ ആം റൈറ്റിംഗ് ആൻ എസ്സേ. ഐ ആം റൈറ്റിംഗ് ആൻ എസ്സേ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നൊരു സെൻറ്റൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐ റൈറ്റ് ആൻ എസ്സേ എന്നാണ് കിടക്കുന്നത്. ഇത് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ട് മാറ്റണം. അപ്പം ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. അടുത്ത് എന്തായാലും ഒരു ഓക്സിലറി വെർബാണ് വരേണ്ടത്. ഐയുടെ കൂടെ എപ്പോഴും വാല് പോലെ ആര് കാണും? ആം കാണും. അപ്പം ഐൻ്റെ കൂടെ എപ്പോഴും ആരേ എഴുതുള്ളൂ? ആം മാത്രമേ ഓക്സിലറി വെർബായിട്ട് വരാറുള്ളൂ. പിന്നെ റൈറ്റ് ആണ് മെയിൻ വെർബ്. റൈറ്റിൻ്റെ കൂടെ INGയും കൂടെ ചേർത്ത് വേണം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻസർ എങ്ങനെ വരുന്നു? ഐ ആം റൈറ്റിംഗ് ആൻ എസ്സേ. ക്ലിയർ ആയോ മക്കളെ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ എഴുതുകയാണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ, പ്ലസ് വെർബിൻ്റെ കൂടെ എന്ത് ചേർക്കണം? ING ചേർക്കണം. ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ഇത് മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായോ? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. കുട്ടികൾ അവരുടെ കളിപ്പാട്ടം ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ എന്ത് ചെയ്യാണ്? അവരുടെ കളിപ്പാട്ടം ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സെൻറ്റൻസ് എഴുതാം? ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. നിങ്ങൾ എന്താണ് വരുന്നതെന്ന്, എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കിഡ്സ് ബ്രാക്കറ്റിൽ പ്ലേ ആണ് മെയിൻ വെർബ്. ദ കിഡ്സ് വിത്ത് their toys. കുട്ടികൾ അവരുടെ കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്ത് വരും? എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ദ കിഡ്സ് ആണ്. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പറഞ്ഞേ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ആദ്യം നിങ്ങൾ ഒരു സെൻറ്റൻസ് കിട്ടി ആദ്യം സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ?
കിഡ്സ് അല്ലേ മക്കളെ, കിഡ്സ് അല്ലേ? അപ്പോൾ ഒരാളാണോ ഒന്നിലധികം പേരാണോ? ഒന്നിലധികം പേരല്ലേ? ഒരാളാണെങ്കിൽ നമ്മൾ കിഡ് എന്ന് വിളിച്ചേണേ. കിഡ്സ് ആയതുകൊണ്ട് എന്താണ്, ഒന്നിലധികം കുട്ടികളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ്. പ്ലൂറലാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ കൂടെ വരുന്ന ഓക്സിലറി വെർബും ആര് തന്നെ ആയിരിക്കണം? പ്ലൂറൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു പ്ലൂറൽ ഓക്സിലറി വെർബേ ഉള്ളൂ. ആരാണ്? ഞാൻ പറഞ്ഞു യുവിൻ്റെയും ദേൻ്റെയും വീയുടെയൊക്കെ കൂടെ യൂസ് ചെയ്യുന്ന ആർ അല്ലേ? യുവിൻ്റെയും വിയും പ്ലൂറലാണ്, അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ആറാണ്. യുവിൻ്റെയും വിയുടെ കൂടെ വന്ന അവിടെ നമ്മൾ ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ആറാണ്. അപ്പോൾ ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ആർ എന്ന ഓക്സിലറി വെർബല്ലേ യൂസ് ചെയ്യുക. അപ്പം ദ കിഡ്സ് ആ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഏത് ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യേണ്ടത്? ആർ. ആർ എന്ന ഓക്സിലറി വെർബ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. കാരണം സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. സബ്ജക്റ്റ് എന്താണ്? പ്ലൂറലാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഏത് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്? ആർ എന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓക്സിലറിയെ കണ്ടുപിടിച്ചു. ഓക്സിലറി. ഓക്കെ, ഓക്സിലറിയെ കണ്ടുപിടിച്ചു. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി ഓക്സിലറി വെർബിന് നമ്മൾ എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഇനിയുള്ള മെയിൻ വെർബ് ആരാണ്? പ്ലേ ആണല്ലേ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ കൂടെ, മെയിൻ വെർബിൻ്റെ കൂടെ ING ചേർത്തല്ലേ എഴുതേണ്ടത്. അപ്പോൾ പ്ലേയിൻ്റെ കൂടെ ING ചേർത്താൽ എന്തായിട്ട് മാറും? പറഞ്ഞേ. പ്ലേയിങ്. പ്ലേയിങ്. അപ്പം നമുക്ക് ഓക്സിലറി വെർബും കിട്ടി, മെയിൻ വെർബും കിട്ടി. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? ദ കിഡ്സ് ആർ പ്ലേയിങ്. ദ കിഡ്സ് ആർ പ്ലേയിങ് വിത്ത് ദെയർ ടോയ്സ്. 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 ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക, സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് കണ്ടുപിടിക്കാം. സിംഗുലർ ആണ്, ഹിയോ ഷീയോ ഇറ്റോ നെയിംസോ പോലെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് എന്ന ഓക്സിലറി വെർബും, ഐ ആണെങ്കിൽ ആം എന്ന ഓക്സിലറി വെർബും, യുओ ദേയോ വിയോ പോലെ പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ ആർ എന്ന ഓക്സിലറി വെർബ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ദ കിഡ്സ് ആർ പ്ലേയിങ് വിത്ത് ദെയർ ടോയ്സ്. ദ കിഡ്സ് ആർ പ്ലേയിങ് വിത്ത് ദെയർ ടോയ്സ്. PSC എക്സാംസിനൊക്കെ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്ക് സെൻറ്റൻസ് തന്നിരിക്കും, പക്ഷെ ഓക്സിലറി വെർബും മെയിൻ വെർബും ഏതാണെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും. 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എടുത്ത് എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ കാര്യം സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓരോ ടെൻസിലും നമ്മൾ ഏത് ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണം. ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെ ഏതൊക്കെ ഓക്സിലറി വെർബേ വരുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാൻ ഒരു എക്സാമ്പിളോട് തരട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. നോക്കിയേ. The teacher ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണേ. ഇവിടുത്തെ മെയിൻ വെർബ് എക്സ്പ്ലെയിൻ ആണ്. എക്സ്പ്ലെയിൻ ദ ലെസൺസ് ടു ദ ചിൽഡ്രൻ. The teacher dash back will explain the lessons to the children. ടീച്ചർ കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ പറഞ്ഞേ, ഇത് പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പം നമുക്ക് സബ്ജക്റ്റ് നോക്കാം. ഇവിടെ സബ്ജക്റ്റ് ആരാ മക്കളെ? പറഞ്ഞേ, സബ്ജക്റ്റ് ആരാ? ദ ടീച്ചർ. ദ ടീച്ചറാണ് സബ്ജക്റ്റ്.
ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പേരാ. ഓക്കെ, ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരാളാണ്. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര്. അപ്പം ദ ടീച്ചർ എന്താണ്? സിംഗുലർ ആണ്. നമ്മുടെ ഹീ പോലെ, ഷീ പോലെ, ഇറ്റ് പോലെ, നെയിംസ് പോലെയൊക്കെ സിംഗുലർ ആണ്. എന്ത്? ദ ടീച്ചർ. അപ്പം ദ ടീച്ചർ സിംഗുലർ ആണെന്ന് മനസ്സിലായി. ഒന്ന് പറഞ്ഞേ മക്കളെ, സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ കൂടെ വരുന്ന ഓക്സിലറി വെർബ് ആരായിരിക്കും? ഈസ് ആണോ, ആമാണോ, ആറാണോ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഓക്സിലറി വെർബ് ആരായിരിക്കും? ഈസ് ആയിരിക്കും അല്ലേ? രണ്ടിലും എസ് ഉണ്ട്, സിംഗുലർ, ഈസ്, രണ്ടിലും എസ് ഇല്ലേ? അപ്പോൾ അത് വെച്ച് നോട്ട്സ് വെച്ചിരുന്നേ. സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഒരൊറ്റ ആളേ ഉള്ളൂ എങ്കിൽ കൂടെ വരുന്ന ഓക്സിലറി ആരായിരിക്കും? സിംഗുലർ ആയിരിക്കും, ഈസ് ആയിരിക്കും. അപ്പം ദ ടീച്ചർ എന്ത് വരും? ദ ടീച്ചർ ഈസ്. ദ ടീച്ചർ ഈസ്. ഇനി എക്സ്പ്ലെയിൻ ആയി ഇവിടുത്തെ മെയിൻ വെർബ്. ഞാൻ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ മെയിൻ വെർബിൻ്റെ കൂടെ എന്തും കൂടെ വരണം? ING ഫോമും കൂടെ വരണം. അപ്പോൾ എക്സ്പ്ലെയിൻ പ്ലസ് ING വരുമ്പോൾ എന്തായിട്ട് മാറും? എക്സ്പ്ലെയിനിങ്. അപ്പോൾ എന്ത് വരും മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇവിടെ എന്ത് വരും? ദ ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ് ദ ലെസൺസ് ടു ദ ചിൽഡ്രൻ. കുട്ടികൾക്ക് ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? പാഠങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇവിടെ ദ ടീച്ചർ സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്തത്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ ദ കിഡ്സ് ആയിരുന്നു, അത് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ ആർ എന്ന ഓക്സിലറി യൂസ് ചെയ്തത്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, നമ്മളിവിടെ ദ ടീച്ചർ എന്ന് പറയുന്നതിന് പകരം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈസ് മാറി അവിടെ എന്ത് വരും? ആറ് വരും. വേറെ ഒരു മാറ്റവും. എക്സ്പ്ലെയിനിങ്ങിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ചാണ് കൂടെ വരുന്ന ഓക്സിലറി വെർബ് എന്ത് ചെയ്യുന്നത്? മാറിക്കൊണ്ടേയിരിക്കുന്നത്. അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞേ. We are cooking dinner for tonight. We are cooking dinner for tonight. We are cooking dinner for tonight. അപ്പം ഇന്ന് രാത്രിയിലത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിന്നറിന് വേണ്ടി നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. വി ആർ കുക്കിംഗ് ഡിന്നർ ഫോർ ടുനൈറ്റ്. അപ്പോൾ രാത്രിത്തേക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഇവിടെ വി എന്നത് സബ്ജക്റ്റായി വന്നുകൊണ്ടാണ്, വി പ്ലൂറൽ, അത് സബ്ജക്റ്റായി വന്നുകൊണ്ടാണ് ആർ എന്ന ഓക്സിലറി വെർബ് വന്നത്. ഇവിടെ മെയിൻ വെർബ് കുക്കല്ലേ, കുക്ക് പ്ലസ് ING എന്തായിട്ട് മാറി? കുക്കിംഗ് ആയിട്ട് മാറി. അപ്പം സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് ഓക്സിലറി വെർബ് മാറ്റിയാൽ എന്താവും? ഈസിയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സബ്ജക്റ്റ് നോക്കുക, ഈസ് ആണോ, ആമാണോ, ആറാണോ ഓക്സിലറി വെർബ് നോക്കുക. പിന്നെ മെയിൻ വെർബിൻ്റെ കൂടെ എന്തും കൂടെ ചേർക്കണം? INGയും കൂടെ ചേർക്കണമെന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കി. അവളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എഴുതും? ഷീ ആണേ, ബ്രാക്കറ്റിൽ സ്റ്റഡി, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, സ്റ്റഡി, ബ്രാക്കറ്റിൽ സ്റ്റഡി ഫോർ ഹെർ എക്സാം. അപ്പോൾ അവളുടെ എക്സാംസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോർ ഹെർ എക്സാംസ്. അത് പറഞ്ഞോ മക്കളെ, നിങ്ങൾ പറഞ്ഞോ. 2 മിനിറ്റ് എടുത്തോ, പെട്ടെന്ന് പറഞ്ഞോ ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. അപ്പം ആദ്യം നോക്കേണ്ടത് ആരെയാണ്? സബ്ജക്റ്റിനെയാണ്. ഇവിടെ ആരാ സബ്ജക്റ്റ്? ഷീ. സിംഗുലർ അല്ലേ? ഹിയോ, ഷിയോ, ഇറ്റോ, നെയിംസോ വന്നാൽ ഓക്സിലറി വെർബ ഏതായിരിക്കും വരിക? ഈസ്. ഹീ, ഷീ, ഇറ്റ്, നെയിംസോ അല്ലെങ്കിൽ ഏതൊരു സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ ആര് കൂടെ വരും? ഈസ് വരും. സിംഗുലർ ആണ് ആര്? ഈസ്. സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ ആരേ വരുള്ളൂ? ഈസേ വരുള്ളൂ. അപ്പം ഷീ ഈസ്. സ്റ്റഡി അല്ലേ മെയിൻ വെർബ്, അതിൻ്റെ കൂടെ ING വന്നാൽ എന്തായിട്ട് മാറും മക്കളെ? സ്റ്റഡിയിങ് എന്നായിട്ട് മാറും അല്ലേ? സ്റ്റഡിയിങ് എന്നായിട്ട് മാറും. ഷീ ഈസ് സ്റ്റഡിയിങ് ഫോർ ഹെർ എക്സാം. അവളുടെ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ ഓക്കെ. വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് യു വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. യു ബ്രാക്കറ്റിൽ വാച്ച് ആണേ. വാച്ച് മീൻസ് എന്താ? കാണുക എന്നാ. വാച്ച് യു ഡാഷ് വാച്ച് ടി വി റൈറ്റ് നോ. അപ്പം നിങ്ങളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാച്ച് ടി വി റൈറ്റ് നോ. പറഞ്ഞു മക്കളെ, എന്ത് വരും ഇവിടെ? യു ആണ് സബ്ജക്റ്റ്. യു ദേ വി വന്നാൽ ഏത് ഓക്സിലറി യൂസ് ചെയ്യും സബ്ജക്റ്റിന് ഇവിടെ? പറഞ്ഞേ. യു ദേ വി പ്ലൂറൽ ആണ്. അപ്പോൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യും? ആർ. അപ്പോൾ യു ആർ വരും. പിന്നെ വാച്ച് എന്ന് പറയുന്ന ഒരു മെയിൻ വെർബ് അല്ലേ മക്കളെ? വാച്ച് പ്ലസ് ഐ എൻ ജി എന്തായിട്ട് മാറും? വാച്ചിങ് എന്നായിട്ട് മാറും. അപ്പോൾ യു ആർ വാച്ചിങ് ടി വി റൈറ്റ് നൗ. അപ്പോൾ ഇന്ന് പഠിച്ചത് മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മൾ ഇന്ന് പഠിച്ചത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? പറയുന്ന സമയത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ ഹിയോ ഷിയോ ഇറ്റോ നെയിംസോ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഈസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. ഐൻ്റെ കൂടെ എപ്പോഴും ആം എന്ന ഓക്സിലറി വെർബേ യൂസ് ചെയ്യുള്ളൂ. യുവോ ദേയോ വിയോ പോലെയുള്ള പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ആർ എന്ന ഓക്സിലറി വെർബേ ഉപയോഗിക്കുള്ളൂ. അതിന് നമ്മളൊരു എക്സാമ്പിളും പഠിച്ചു. ഓക്കെ. അപ്പോൾ നോക്കിയേ മക്കളെ, ഇന്ന് ഞാൻ പഠിപ്പിച്ചത് ക്ലിയർ ആയോ? നമ്മൾ 2 ടെൻസും പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പഠിച്ചു, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പഠിച്ചു. ഈ 2 ടെൻസിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന് പഠിപ്പിച്ചതിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. ഇന്ന് പഠിപ്പിച്ച ഭാഗം നന്നായിട്ട് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുമായിട്ടായിരിക്കും വരിക. ഓക്കെ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 ടെൻസ് ഫോമും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വച്ചിരിക്കണം. ഇത് ബേസാണ്. ഞാൻ ഈ ഒരു 4 ടെൻസ് ഫോം, അതായത് പ്രസൻറ്റിൻ്റെ 4 ടെൻസ് ഫോം ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ഞാൻ പതുക്കെ എടുക്കുകയുള്ളൂ. ഓരോന്ന് വീതം ഞാൻ എടുക്കുകയുള്ളൂ. പക്ഷേ ഈ 4 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇത്രയും പാടൊന്നുമില്ല. ഫസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി, ഓർക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുക. പക്ഷെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഈ പ്രസൻറ്റ് ഫുള്ള് നമ്മൾ തീർത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പഠിക്കാനുള്ളൊരു ലെവലിൽ നിങ്ങൾ ഉറപ്പായിട്ടും എത്തിയിരിക്കും. അതിലൊരു ഡൗട്ടും ഇല്ല. ഈ 4 ടെൻസ് നമ്മൾ പതുക്കെ പഠിക്കുകയുള്ളൂ, പതുക്കെ പഠിച്ചു പോവുള്ളൂ, എക്സസൈസ് ചെയ്തേ പോവുള്ളൂ, വർക്കൗട്ട് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 5 സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു 5 സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? ഇടണം. ഓക്കെ. അപ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കൂടെ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ